മലയാളം ടെലിവിഷൻ്റെ പ്രശ്നം. പിന്നെ ഇപ്പം ഇവിടെ ആരെങ്കിലും ചാനലുകാർ നമ്മളവിടെ കാലുവിലക്കേക്ക് ഞങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നു ചാനലുകാരായിരുന്നു. ഹലോ ഹലോ ആയിക്കോട്ടെ 22-ാം തീയതിയൊക്കെയാണ് ഞങ്ങൾ അവിടുത്തെ പഞ്ചായത്തിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ കവറേജ് ഞങ്ങൾ ആ നെല്ലിയൊക്കെ കണക്കാക്കി പോലത്തെ പഴയ വണ്ടികൾ വണ്ടിയാണ് പൊന്നാനി പാർലമെന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി PV അൻവർ വളാഞ്ചേരിയിലെത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വിജയപ്രതീക്ഷ ഉണ്ട്? വിജയപ്രതീക്ഷ കണ്ടില്ലേ, വിജയിച്ചല്ലോ, ഇനി മുന്നോട്ട് പോയാൽ മതിയല്ലോ. ഒരു പ്രതീക്ഷ കുറപ്പില്ല. ഈ നാട്ടിലെ ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായൊരു വിജയം ഇവിടുത്തെ ജനങ്ങൾക്കും ഇടതുപക്ഷത്തിനും ഉണ്ടാവും. ഇടതുപക്ഷം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുണ്ട്. അത് ഒരുമിച്ച് നീങ്ങും, ഞങ്ങൾ ജയിക്കും. പൊന്നാനി ജനത ഏറ്റെടുത്തു എന്ന് തന്നെ 100%. നമ്മൾ വരുന്നതിന് മുമ്പ് ഏറ്റെടുത്തു. ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വരും. ജനങ്ങൾ സഹായിക്കണം, വോട്ട് ചെയ്യണം എന്നാണ് ജനങ്ങളോട് പറയാനുള്ളത്. പൊന്നാനി LDF സ്ഥാനാർത്ഥി PV അൻവറാണ് തത്സമയം മലയാളം ടെലിവിഷനുമായി അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചത്. വളാഞ്ചേരിയിൽ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് മലയാളം ടെലിവിഷന്റെ പ്രേക്ഷകർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് സ്ഥാനാർത്ഥിയാണത്, അറിയില്ലേ? ഇടതുപക്ഷ
പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുന്ന ഈ നാടിന്റെ അഭിമാന ഭാജനം സഖാവ് പി അൻവറിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി വളാഞ്ചേരിയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ടിതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും പ്രളയം വന്ന സമയത്ത് വിദേശയാത്രകൾ നടത്തി ഉല്ലസിച്ചവരെയല്ല നമുക്ക് വേണ്ടത്. 35 വർഷക്കാലം നിലമ്പൂരിന്റെ മണ്ണിൽ അടക്കി ഭരിച്ച ഭരണത്തെ ഇല്ലാതാക്കി അവിടെ അട്ടിമറി വിജയം നടത്തി 3 വർഷം കൊണ്ട് വികസനത്തിന്റെ പാന്താവിലേക്ക് നിലമ്പൂരിന്റെ മണ്ഡലത്തെ കൈപ്പിടിച്ചുയർത്തിയ വികസന വിപ്ലവത്തിന്റെ ജനനായകനിത ഈ പൊന്നാനി മണ്ഡലത്തിലെ ജനവിധി തേടാൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പൊന്നാനിയുടെ ജനനായകൻ പി വി അൻവറിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വളാഞ്ചേരി പട്ടണത്തിലൂടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനായകൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും മോഡിയെ കാണുമ്പോൾ മുട്ടുവിറക്കുന്നവനല്ല പി വി അൻവർ. പ്രളയം വരുന്ന സമയങ്ങളിൽ വിദേശ യാത്രകൾ നടത്തി ഉല്ലാസ യാത്രകൾ നടത്തുന്നവനല്ല അൻവർ. 3 വർഷം കൊണ്ട് 35 വർഷത്തിന്റെ വികസനം നടത്തി നിലമ്പൂരിന്റെ മണ്ണിൽ വികസന നായകനെന്ന പേര് കിട്ടിയ ഈ നാടിന്റെ പ്രിയങ്കരനായ പി വി അൻവറിത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയുടെ ശബ്ദമായി നാളെ പാർലമെന്റിന്റെ മണ്ണിൽ മുഴങ്ങിക്കേൾക്കാൻ കേരളത്തിന്റെ പ്രിയങ്കരനായ പൊന്നാനിയുടെ പ്രിയങ്കരനായ പി വി അൻവറിത ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് വളാഞ്ചേരി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ നാട്ടിലെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനായകൻ സഖാവ് പി വി അൻവർ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുക. വെളിയും കൊടുമർക്കാതെയും മമ്പുറം തങ്ങളും കെ ദാമോദരനും തുഞ്ചത്തെഴുത്തച്ഛനും ഉഴുതുമറിച്ച പൊന്നാനിയുടെ മണ്ണാണ്. പതിറ്റാണ്ടുകളോളം വികസനം തീണ്ടാതെ വികസനത്തിന്റെ പാത കാണാതെ പുറംതിരിഞ്ഞു നിന്ന പൊന്നാനിയുടെ മണ്ണ് പ്രളയം വന്ന സമയത്ത് ഒരു ജനപ്രതിനിധി തിരിഞ്ഞു നോക്കാതെ വിദേശയാത്രകൾ നടത്തി ഉല്ലാസം നടത്തിയ പൊന്നാനിയുടെ മണ്ണ് 3 വർഷം കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ 35 വർഷത്തിന്റെ വികസനം നടത്തി നിലമ്പൂരിൽ നിന്ന് വികസന നായകനെന്ന വിളിപ്പേര് കിട്ടി ഇതാ പൊന്നാനിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി നാളെ ഇന്ത്യൻ പാർലമെന്റിൽ പൊന്നാനിയുടെ ശബ്ദമുയർത്താൻ ഒരു മോഡിയുടെ മുന്നിലും മുട്ടുവിറക്കാത്തവനാണെന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനായകൻ സഖാവ് പി വി അൻവറിത ഈ നാട്ടിലെ പ്രിയപ്പെട്ട വോട്ടർമാരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ നാടിനെ ഈ വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വഴിത്താരകളിലൂടെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും ഒരു കുടുംബത്തിന്റെ കുത്തകയായിരുന്ന നിലമ്പൂർ, ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും കുത്തകയായിരുന്ന നിലമ്പൂർ 35 വർഷത്തെ കുടുംബ പാരമ്പര്യത്തെ അട്ടിമറിച്ച് അവിടെ വിജയക്കൊടി പാറിച്ച് 35 വർഷത്തിന്റെ വികസനം 3 വർഷം കൊണ്ട് കാണിച്ചു കൊടുത്ത് പ്രളയം വന്ന സമയത്ത് ആയിരങ്ങൾ പ്രളയത്തിൽ പെടുമായിരുന്നപ്പോ അവിടെ ദുരന്ത നിവാരണ സേനകളെ ഉൾപ്പെടുത്തി അവിടെ ജനനായകനായി കടന്നു വന്ന ജനപ്രതിനിധി ഇതാ പി വി അൻവർ, നിലമ്പൂരിന്റെ വീരനായകൻ. ഇനി പൊന്നാനിയുടെ വീരനായകനാവാൻ, നമ്മളുടെ പ്രിയപ്പെട്ടവനാവാൻ, നമ്മളിൽ ഒരുവനാവാൻ ഇതായി പൊന്നാനിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വികസനം തീണ്ടാതെ പുറംതിരിഞ്ഞു നിന്നിരുന്ന പൊന്നാനിയുടെ മണ്ണിനെ വികസനത്തിന്റെ പാന്താവിലേക്ക് നയിക്കാൻ പൊന്നാനിയിൽ ഒരു MP ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നാളെ ഈ പി വി അൻവറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിതാ ഈ കേരളത്തിന്റെ അറിയപ്പെടുന്ന പൊന്നാനിയുടെ വികസന നായകൻ പി വി അൻവർ ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് വളാഞ്ചേരി പട്ടണത്തിലെ പ്രകമ്പനം കൊള്ളി
അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ വോട്ടർമാരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനായകൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും സാമ്രാജ്യത്വ പോരാട്ടത്തിന്റെ ഇല്ലമായ പൊന്നാനിയുടെ മണ്ണ് വിളിയം കൊടുമർ ഗാന്ധിയുടെയും മമ്പറം തങ്ങളുടെയും കെ ദാമോദരന്റെയും ഇ കെ ഇമ്പിച്ചി ബാവയുടെയും തുഞ്ചത്തെഴുത്തച്ഛന്റെയും പേരും കർമ്മം കൊണ്ട് അനുഗ്രഹീതമായ പൊന്നാനിയുടെ മണ്ണ് പ്രളയം വന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്തൊരു MP, വികസനം കൊണ്ട് വരാൻ കഴിയാത്തൊരു MP, ആ MP നമുക്ക് വേണ്ട. പൊന്നാനിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ 35 വർഷക്കാലത്തെ വികസനം 3 വർഷം കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ കാണിച്ചു കൊടുത്ത നിലമ്പൂരിന്റെ വികസന നായകൻ എന്ന പേര് കിട്ടിയ PV അൻവർ നാളെ പൊന്നാനിയുടെ വികസന നായകനാകുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവനാകുവാൻ ഈ വഴിത്താരകൾ ധന്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ PV അൻവറിനെ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനായകൻ ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ വഴിത്താരകളിലൂടെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും കേരളം പ്രളയം വന്ന സമയത്ത് ജനം ദുരിതത്തിലായപ്പോ അന്തം വിട്ടു നിന്ന സമയത്ത് നമുക്കൊരു MP ഉണ്ടായിരുന്നു. വിദേശയാത്രകൾ നടത്തി ഉല്ലാസം യാത്ര നടത്തുന്ന MP-യല്ല നമുക്ക് വേണ്ടത്. നമ്മളിൽ ഒരുവനായി പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലും നമ്മളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു MP-യായി ഞാൻ നിങ്ങളുടെ കൂടെ എക്കാലത്തും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കുടുംബം 35 വർഷം വാഴുന്ന നിലമ്പൂരിൽ 35 വർഷം വാഴുന്ന നിലമ്പൂരിൽ അവരെ പ്രവർത്തിച്ച് വിജയത്തിന്റെ ചെങ്കൊടി പാറിച്ച് 3 വർഷം കൊണ്ട് ആ നിലമ്പൂർ മണ്ഡലത്തെ വികസനത്തിന്റെ പാന്താവിലേക്ക് കൈപിടിച്ചുയർത്തി നിലമ്പൂരിന്റെ വികസന നായകനെന്ന് പേര് കിട്ടി. ഇപ്പോൾ ഇതാ പൊന്നാനിയുടെ ശബ്ദമായി ഒരു നരേന്ദ്രമോദിയുടെ മുന്നിലും മുട്ടുമടക്കാത്ത ജനനായകനായി ഞാൻ മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പൊന്നാനിയുടെ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഞാൻ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ ഇതാ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനനായകൻ സഖാവ് PV അൻവർ ഈ വളാഞ്ചേരിയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന്റെ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ വഴിത്താറുകളെ ധന്യമാക്കിക്കൊണ്ട് ഈ ചരിത്ര ഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും ഇനിയും വിശ്രമ ജീവിതം നയിക്കുന്ന പ്രായം ചെന്നവരല്ല നമുക്ക് MP-യായി വേണ്ടത്. വികസനം കൊണ്ടുവരാൻ കഴിയാത്ത നിലമ്പൂരിന്റെ മണ്ണിൽ ആയിരങ്ങൾ മരിച്ചു വീഴുമായിരുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ പ്രളയം വന്ന ആദ്യ ദിനം തന്നെ കയറി ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വത്തോടെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൂടെ നിന്ന് ആ പ്രളയത്തെ അതിജീവിച്ച ജനനായകൻ 35 വർഷക്കാലം നിലമ്പൂരിന്റെ 35 വർഷക്കാലം ഒരു കുടുംബവും പാർട്ടിയും മുന്നണിയും വാണിരുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ വിജയ ചെങ്കൊടി പാറിച്ച് 35 വർഷത്തിന്റെ വികസനം 3 വർഷം കൊണ്ട് കാണിച്ചു കൊടുത്ത് നിലമ്പൂരിന്റെ വികസന വിപ്ലവ നായകൻ എന്ന വിളിപ്പേര് കിട്ടിയ ജനനായകൻ PV അൻവർ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പൊന്നാനിയുടെ മണ്ണിൽ നിന്ന് വിളിയം കൊടുമർ ഗാന്ധിയുടെയും മമ്പറം തങ്ങളുടെയും കെ ഇമ്പിച്ചി ബാവയുടെയും കെ ദാമോദരന്റെയും തുഞ്ചത്തെഴുത്തച്ഛന്റെയും കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും അനുഗ്രഹീതമായ പൊന്നാനിയുടെ മണ്ണിൽ നിന്ന് ഒരു മോഡിയുടെ മുന്നിലും മുട്ടുമടക്കാത്ത ജനനായകനായി ഞാൻ മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പൊന്നാനിയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ തോളോട് തോൾ ചേർന്ന് ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിതാ കേരളത്തിന്റെ അറിയപ്പെടുന്ന വിപ്ലവകാരി പഴയ കോൺഗ്രസ് നേതാവിന്റെ മകൻ സഖാവ് PV അൻവർ ഈ വളാഞ്ചേരി പട്ടണത്തെ ഇളക്കി മറിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ PV അൻവറിന് ഇടതുപക്ഷ മുന്നണിക്ക് രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനനായകൻ ഈ വഴിത്താറുകളെ ധന്യമാക്കിക്കൊണ്ട് കടന്ന് വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിക്കുക, 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക.
35 വർഷക്കാലം നിലമ്പൂരിൽ ഒരു കുടുംബം വാണിരുന്ന ഒരു ഭരണത്തെ മുഴുവൻ തട്ടിമറിച്ച് അവിടെ ചെങ്കൊടി മാറിച്ച് 3 വർഷം കൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ വികസനത്തിന്റെ പാണ്ഡാവിലേക്ക് കൈപിടിച്ചുയർത്തി വികസന വിപ്ലവ നായകനെന്ന വിളിപ്പേര് കിട്ടിയ PV അൻവറിത ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഈറ്റില്ലമായ ഈ പൊന്നാനിയുടെ മണ്ണിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി ജനവിധി തേടുമ്പോ പ്രളയം വന്നാലും ദുരന്തം വന്നാലും ആഘോഷം വന്നാലും ആഹ്ലാദം വന്നാലും ഈ ഏതൊരു പാവപ്പെട്ടവന്റെയും തൊഴിലാളിയുടെയും സാധാരണക്കാരന്റെയും കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കരനായ ജനനായകൻ സഖാവ് PV അൻവർ ഈ വളാഞ്ചേരിയിലെ പ്രിയങ്കരനായ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ചരിത്ര ഭൂമികയെ ധന്യമാക്കിക്കൊണ്ടിതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ആശീർവദിക്കുക, 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. പ്രളയം വരുമ്പോ, ജനം നട്ടം തിരിയുമ്പോ വിദേശയാത്ര നടത്തി ഉല്ലാസ ജീവിതം നയിക്കുന്ന MP അല്ല നമുക്ക് വേണ്ടത്. വെളിയങ്കോട് മർക്കാലിയും മമ്പറമ്പറങ്ങളും K ദാമോദരനും EK ഇമ്പച്ചി ബാവയും തുഞ്ചത്തെഴുത്തച്ഛനും ഒഴുതു മരിച്ച ഈ പൊന്നാനിയുടെ മണ്ണിൽ നിന്ന് വികസനത്തിന്റെ പാണ്ഡാവിലേക്ക് കൈപിടിച്ചുയർത്താൻ നിലമ്പൂരിന്റെ ജനനായകനായി, നിലമ്പൂരിന്റെ വികസന നായകനായി മാറിയ PV അൻവറിത ഒരു മോഡിയുടെ മുന്നിലും മുട്ടുവിറക്കാതെ ഈ നാടിന്റെ ശബ്ദമായി മാറാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി വളാഞ്ചേരിയുടെ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന പൊന്നാനിയുടെ ജനനായകൻ സഖാവ് PV അൻവർ ഈ വളാഞ്ചേരി പട്ടണത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആശീർവദിച്ചാലും 1000 വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും ബസ് ഗതാഗതത്തെ തടസ്സപ്പെടുത്താതെ പ്രിയമുള്ളവരെ, ഏപ്രിൽ 23 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രം തിരുത്തിക്കുറിക്കുന്നതിന് വേണ്ടി നിയമിതനായ ബഹുമാനപ്പെട്ട PV അൻവർ നിങ്ങളോട് നേരിൽ കണ്ട് ആശീർവാദം വാങ്ങിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുത്തകയാക്കി വെച്ചിരുന്ന നിലമ്പൂരിന്റെ മണ്ണിലെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ വികസന നായകനായി നിലമ്പൂരിലെ വികസനത്തിന്റെ സ്വപ്നങ്ങളാകെ പൂവണിയിച്ചുകൊണ്ടാണ് ഈ പൊന്നാനിയിലേക്ക് PV അൻവർ കടന്നു വരുന്നത്. വികസനം എത്തിനോക്കാത്ത പൊന്നാനി മണ്ഡലത്തിന്റെ വികസനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ മണ്ഡലത്തിൽ ഒരു MP-യുടെ സാന്നിധ്യം എന്തോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി സഖാവ് PV അൻവറിനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്ത ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കാകെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. മതനിരപേക്ഷമായ തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. PV അൻവർ നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനും നിങ്ങളെ നേരിൽ കണ്ട് ആശീർവാദം വാങ്ങിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സാരഥി PV അൻവറിനെ നിങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആശീർവാദം വാങ്ങിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കളെ, സഖാക്കളെ, സ്നേഹം നിറഞ്ഞ
നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പത്രമാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ 23 നടക്കുന്ന 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം മുമ്പൊന്നുമില്ലാത്ത വിധം വളരെ ആകുലതയോടും ആകാംക്ഷയോടും കൂടി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര സ്വഭാവമുള്ള മനുഷ്യർ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്തിനും ജനാധിപത്യത്തിനും അനുകൂലമാകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. രാജ്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം കഴിഞ്ഞ 4.25 വർഷമായി രാജ്യം ഭരിക്കുന്ന RSS ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്ത് വിതച്ചു പോയ വർഗീയത ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും മനുഷ്യരെ കൊല്ലാനും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാനുമുള്ള രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് കഴിഞ്ഞ 4.25 കൊല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മോഡി കയറി വരികയാണ്. ആ കടന്നുവരവ് പലതും പറഞ്ഞുകൊണ്ടായിരുന്നു. രാജ്യത്ത് കഷ്ടപ്പെടുകയും പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ, കർഷകർ, തൊഴിലില്ലായ്മ ഭീഷണി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന യുവജനങ്ങൾ എന്ന് വേണ്ട സമൂഹത്തിലെ മുഴുവൻ ആളുകളും രാജ്യത്തൊരു മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാലത്താണ് പ്രഖ്യാപനങ്ങളുടെ പെരുമഴയുമായി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകരോട് മോദി പറഞ്ഞു, നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാൻ മാറ്റിത്തരും. കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് തുടർന്ന സാമ്പത്തിക നയങ്ങളാണ് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത്, നിങ്ങളെ കടക്കാരാക്കിയത്, നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തയച്ചാൽ നിങ്ങളുടെ കാർഷിക കടങ്ങൾ ഞാൻ എഴുതിത്തള്ളും എന്ന് മാത്രമല്ല, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് ഉൽപാദന ചെലവിൻ്റെ 2 ഇരട്ടി വില അടിസ്ഥാന വിലയായി നിശ്ചയിച്ച് നിങ്ങൾക്ക് നേരിൽ നൽകുമെന്ന് പറഞ്ഞു. പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ച്, പ്രതിസന്ധിയിലായ കർഷകരെ സംബന്ധിച്ച് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഒരു മാറ്റം ആഗ്രഹിച്ച കർഷകർ ഒന്നടങ്കം BJPക്ക് വോട്ട് ചെയ്തു. ഈ രാജ്യത്തെ യുവാക്കളോടും യുവതികളോടും മോദി പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 2 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും. രാജ്യത്ത് 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു. തൊഴിലില്ലായ്മ കൊണ്ട് ശ്വാസം മുട്ടുന്ന ഇന്ത്യൻ യുവത്വം ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവരെ കയ്യിലുള്ള വാട്സാപ്പ് പോലുള്ള ആയുധങ്ങളുമായി ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ, ഗ്രാമാന്തരങ്ങളിൽ അവർ മോദിക്ക് വേണ്ടി പ്രവർത്തിച്ചു. രാജ്യഭരണം ഏറ്റെടുത്ത് 4.25 വർഷമായി പടിയിറങ്ങാൻ നോക്കുമ്പോഴും ഒരാൾക്ക് തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി പൂട്ടപ്പെട്ടു. ബാക്കിയുണ്ടായിരുന്നത് GSTയുടെ ഭാഗമായി പൂട്ടപ്പെട്ടു. കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ 2 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ മോദി 5ാം വർഷം പൂർത്തിയാകുമ്പോൾ 10 കോടി യുവാക്കൾക്ക് ജോലി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന തൊഴിലും നഷ്ടപ്പെട്ട അവസ്ഥ. ആ യുവാക്കളായിരുന്നു അന്ന് മോദിക്ക് വോട്ട് ചെയ്തിരുന്നത്. ഇന്ന് ഈ ഫാസിസ്റ്റ് ഭരണം മറക്കാൻ ഇടതുപക്ഷത്തോടൊപ്പം ശക്തമായ നിലപാടെടുത്ത് മുന്നേറുന്നത് ഈ രാജ്യത്തെ യുവതയാണ്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം BJP അലയൊടിച്ചപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ 1.5 വർഷമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ യൂണിവേഴ്സിറ്റികളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഗുജറാത്തിലടക്കം SFI വിജയിച്ചു കയറിയെങ്കിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം യുവസമൂഹം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഇടതുപക്ഷത്തെയാണ്. ആ ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ അത്യാവശ്യമാണ്. രാജ്യത്തെ നേരിടുന്ന ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ ഇവിടെ ഇടതുപക്ഷത്തിന് സാധിക്കൂ എന്ന തിരിച്ചറിവുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അതാണ്. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് CPM-ന്റെ ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന വർഗീയ ഫാസിസത്തോടൊപ്പം
ഈ രാജ്യത്ത് മാറ്റപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. രണ്ടാം UPA സർക്കാർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കി. ഈ രാജ്യത്തിന്റെ പൊതുമുതൽ പലതും നഷ്ടപ്പെട്ടു. ആ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ പരമാവധി വേഗതയോടുകൂടി ആഘോഷമാക്കി മാറ്റിയ മോഡിയാണ് പിന്നീട് 5 വർഷക്കാലം ഭരിച്ചത്. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ സമ്പത്ത് ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനുള്ള ഏണിയായി കോൺഗ്രസ് ആരംഭിച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങൾ മോഡി ഉപയോഗിച്ചു. ആ സാമ്പത്തിക നയത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത വിധം പെട്രോൾ ഉൽപ്പാദിപ്പിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന കമ്പനികൾക്ക് ആ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം നൽകിയത് രണ്ടാം UPA സർക്കാരാണ്. നിങ്ങൾ ഓർക്കണം. ഒന്നാം UPA സർക്കാർ ഇടതുപക്ഷ പിന്തുണയോടുകൂടി കേരളം ഭരിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, ഇന്ത്യ ഭരിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ 62 MP-മാർ, പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 MP-മാരടക്കം 65 MP-മാർ CPM-നുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള കോൺഗ്രസിന്റെ താല്പര്യം പോലും വേണ്ടെന്ന് വെച്ചു. 18 മന്ത്രിമാരും 3 ഗവർണർമാരും തരാമെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഭരണത്തിന് പിന്തുണ നൽകാൻ നമ്മളൊന്നേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് കോമൺ മിനിമം പരിപാടികളുണ്ട്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഞങ്ങൾക്ക് കാഴ്ചപ്പാടുകളുണ്ട്. ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന പാവങ്ങളായ സാധുക്കളായ കർഷകരെ കുറിച്ച് ഞങ്ങൾക്ക് ചില ചിന്തകളുണ്ട്. ആ ചിന്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ തരുന്ന പുതിയ സാമൂഹിക സാമ്പത്തിക നയങ്ങൾ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണ നൽകാമെന്ന് പറഞ്ഞ് അന്ന് UPA സർക്കാരിന്, കോൺഗ്രസിനടക്കം BJP എന്ന അധികാരത്തിലേറുന്നതിനെ തടയിടാൻ CPM-ഉം ഇടതുപക്ഷവും പിന്തുണ കൊടുത്തു. ആ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങളും രാജ്യത്തുണ്ടായത്. രാജ്യത്ത് ഇന്ന് നമ്മുടെ സഹോദരിമാർ, അമ്മമാർ പട്ടിണി കിടക്കാതെ ജീവിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിലുറപ്പ് വരുത്തുന്ന ആ ഭദ്രമായ സാമൂഹിക മാറ്റമുണ്ടാക്കുന്ന നിയമം കൊണ്ടുവന്ന് അത് ഇവിടെ നടപ്പിലാക്കിയത് ഒന്നാം UPA സർക്കാരാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അവരുടെ പിന്തുണ കൊണ്ട്. ഇടതുപക്ഷത്തിന് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള ഉത്തരം അതാണ്. ഈ രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത്, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും പലതും അറിയാൻ കഴിയില്ലായിരുന്നു ഇവിടെ. അതിന് മാറ്റം വരുത്താൻ വിവരാവകാശ നിയമം ആ സമയത്താണ് ഈ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കുന്നത്. ഈ രണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും അടിസ്ഥാന സാമൂഹിക മാറ്റങ്ങൾക്കും കാരണമാകുന്ന ഈ രണ്ട് നിയമങ്ങൾ അന്നാണ് കൊണ്ടുവന്നത്. 2004 തൊട്ട് 2009 വരെ നല്ല രീതിയിൽ ഭരണം പോയി. ആ നല്ല രീതിയിലെ ഭരണത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ് 2009 വീണ്ടും UPA സർക്കാർ വരുന്നത്. ആ UPA സർക്കാരിൽ ഇടതുപക്ഷമില്ല, ആ UPA സർക്കാരിൽ CPM ഇല്ല. അതിലാണ് ഇവിടെ പല തീരുമാനങ്ങളും എടുത്തത്. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം ആ കമ്പനികൾക്ക് നൽകിയത് അന്നാണ്. 2004 UPA അധികാരത്തിൽ വരുമ്പോൾ 30 രൂപയാണ് പെട്രോളിന്. 2009 UPA സർക്കാരിന്റെ ഭരണം അവസാനിക്കുമ്പോൾ 36 രൂപയാണ് പെട്രോളിനുണ്ടായിരുന്നത്. 2009 തൊട്ട് 2014 വരെ എത്തിയപ്പോഴേക്കും 72 രൂപയായി 100% പെട്രോൾ വില ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മോഡി ഉയർത്തിപ്പിടിച്ചിരുന്നതും ആ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവായിരുന്നു. ജനങ്ങൾ തിരസ്കരിച്ചു, കോൺഗ്രസിനെ തിരസ്കരിച്ചു. മോഡി കൊടുത്ത ആ വാക്കുകളിൽ വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 4.5 വർഷമായി ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ അന്നുണ്ടായതിനേക്കാളിലും പരിപൂർണമായും തകർക്കപ്പെട്ടു. രാജ്യത്തിന്റെ സാധാരണ ജനങ്ങളിൽ, പാവങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 5000-ഉം 10,000 പോലും അവര് സൂക്ഷിച്ചു വെച്ചിരുന്ന, ഒരു അത്യാവശ്യത്തിന് സാധുക്കൾ സൂക്ഷിച്ചു വെച്ചിരുന്ന, മകന് മരുന്ന് വാങ്ങാൻ, മകളെ കെട്ടിക്കുമ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ, ഭർത്താവിന് ഒരു അത്യാവശ്യമുണ്ടായി ആശുപത്രിയിൽ പോകണമെങ്കിൽ കരുതലായി കാത്തു സൂക്ഷിച്ച്, ഭർത്താവ് അറിയാതെ ഭാര്യ സൂക്ഷിച്ച പണം, ഭാര്യ അറിയാതെ ഭർത്താവ് സൂക്ഷിച്ച പണം, അച്ഛനറിയാതെ മകൾ സൂക്ഷിച്ച പണം, മക്കളറിയാതെ അമ്മമാരെടുത്തു വെച്ച പണം, ഈ പണമെല്ലാം നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങി മോഡി. ഞാൻ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ മഹാസമ്പത്തും വിദേശ രാജ്യങ്ങളുടെ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ആണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു.
ആ മോഡിയാണ് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള പണം പിടിച്ചു വാങ്ങിയത്. നമ്മൾക്കാർക്കും മറക്കാൻ കഴിഞ്ഞിട്ടില്ല, മറക്കാൻ സാധിക്കുകയുമില്ല. ഇന്നും ആ പ്രതിസന്ധിയിൽ നിന്ന് ഈ രാജ്യം കരകയറിയിട്ടില്ല. അതിന്റെ പ്രതിസന്ധിയാണ് ഈ സായം സന്ധ്യയിൽ പോലും ഈ അങ്ങാടികളിൽ ഒരു മനുഷ്യനെ കാണാത്തത്. പട്ടിണി കിടക്കാതിരിക്കാൻ അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കുന്ന ഒരു ജനസമൂഹമായി ഇന്ത്യയിലെ ജനങ്ങൾ താഴേക്ക് വരികയാണ്. ഇതിന് മാറ്റമുണ്ടാകണം. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ ഇടതുപക്ഷം പാർലമെന്റിൽ വേണം. പാർലമെന്റിൽ എന്ത് കാര്യം CPM ഇടതുപക്ഷം എന്ന് ചോദിക്കുന്നവരോടുള്ള ഏക ഉത്തരം അത് തന്നെയാണ്. ഈ ഫാസിസ്റ്റ് വർഗീയ ഭരണം താഴെ ഇറക്കിയാൽ അതോടൊപ്പം അടിയന്തരമായി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നവലിബറൽ സാമ്പത്തിക നയത്തിന് മാറ്റം വരുത്തി ഈ കുത്തകൾക്ക് ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിറ്റഴിച്ച് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ പണം പിടിച്ചു വാങ്ങി ബാങ്കിലിട്ട് ആ പണം കൊണ്ട് ഈ രാജ്യം വിട്ട ഒട്ടനവധി വ്യവസായികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. റിലയൻസ് അടക്കമുള്ള കമ്പനികൾക്ക് കഴിഞ്ഞ പാർലമെന്റിൽ 2,47,000 കോടി രൂപ എഴുതിത്തള്ളി നമ്മൾ കണ്ടതാണ്. ഈ രാജ്യത്ത് 5,000-നും 10,000-നും ലോൺ എടുത്തവരുടെ പിന്നാലെ ബാങ്കുകൾ സർഫാസി നിയമവുമായി വന്ന് ഇവിടെ ജപ്തി നടത്തുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നിത്യേനയെന്നോണം പത്രങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ പണം മുഴുവൻ ഈ കുത്തകൾക്ക് കൊടുത്ത ഭരണം ഈ രാജ്യത്ത് നടക്കുകയാണ്. നമ്മൾ നിക്ഷേപിച്ച പണം ആ ബാങ്കിൽ പോയി നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടത്തിൽ ക്യൂ നിന്ന കാഴ്ചകൾ കണ്ടവരാണ്. ഈ അങ്ങാടിയിൽ കാണുന്ന 3/4 ഭാഗം ആളുകളും അന്ന് നമ്മൾ ഇട്ട പണം എടുക്കാൻ ക്യൂ നിന്നവരാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 375ഓളം ആളുകൾ ഈ പണം 500-ഓ 1000-എങ്കിലും ATM-ൽ കിട്ടാൻ വേണ്ടി ക്യൂ നിന്ന് നിർജ്ജലീകരണം, വെള്ളം കിട്ടാതെ മരിച്ചു വീണ രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം. ഇതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ഫാസിസ്റ്റ് ഭരണം കടന്ന് രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ പോലും പിടിച്ചുലച്ചത് നമ്മൾ കണ്ടതാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ കോടതിയിൽ നിന്നും ഇറങ്ങി വന്ന് വരാന്തയിൽ വന്ന് മുറ്റത്ത് വന്ന് ഈ രാജ്യത്തെ 125 കോടി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ അവസ്ഥ തുടരണമോ? ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന രാജ്യത്ത് നിലനിർത്തണമോ എന്ന് തീരുമാനിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും എല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മളൊരു ഒരേ മനസ്സുപോലെ ജീവിക്കുന്നവരാണ്. ആ മനുഷ്യരെയാണ് വേർതിരിച്ചിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ലോകങ്ങളിലുള്ള കാലാവസ്ഥകളുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ മുഴുവൻ ഭൂശാസ്ത്രപരമായ വ്യത്യസ്തതകളുള്ള എല്ലാം ഇന്ത്യയിലുണ്ട്. 100 ഭാഷകളും 1000 ഉപഭാഷകളും 100 ജാതികളും 1000 ഉപജാതികളും ഉണ്ട് ഇവിടെ. ഇവരെല്ലാം ബന്ധിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ കടക്കിൽ കത്തിവെക്കാനാണ് RSSും BJPയും ഈ രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തടയപ്പെടേണ്ടതുണ്ട്. അത് തടയപ്പെടണമെങ്കിൽ ഈ രാജ്യത്ത് പാർലമെന്റിൽ ഇടതുപക്ഷം വേണം. കോൺഗ്രസിന് വോട്ട് ചെയ്തവർ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ അവസ്ഥകൾ നമ്മൾക്ക് കാണാം. വോട്ട് ചെയ്ത് ജനങ്ങൾ ഈ മതേതര സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്തയക്കുന്നവർ ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ അയൽ സംസ്ഥാനമായ കർണാടകയിലെ നിയമസഭാ മന്ത്രിസഭ പോലും ഏത് നിമിഷവും താഴെ വീഴാനുള്ള അവസ്ഥയിലാണ്. വിശ്വസ്തരായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾ വഴിയിൽ ജനങ്ങളെ ഇട്ട് ഈ RSSന്റെയും BJPയുടെയും മാളങ്ങളിൽ ഒളിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തരായ ഇടതുപക്ഷത്തിനോടൊപ്പം, ശക്തരായ മതേതരവാദിയോടൊപ്പം, ശക്തരായ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്തി ഈ രാജ്യത്തിന് പുണ്യമുണ്ടാക്കുന്ന ഈ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഈ പൊന്നാനി മണ്ഡലത്തിന്റെ 40 വർഷക്കാലമായുള്ള പിന്നോക്കാവസ്ഥക്ക് മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടാകണമെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കണം. ഒരിക്കലും മാറി ചിന്തിക്കാത്ത ഒരു അടിമസ്ഥ വ്യവസ്ഥിതിയിൽ മുസ്ലിം ലീഗിന്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന ജനങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ യുവാക്കളും യുവതികളും മാറുകയാണ്. സ്വീകരണ യോഗങ്ങളിൽ ചെറുപ്പക്കാർ കാണിക്കുന്ന ആവേശം ഈ നാടിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. ഒട്ടനവധി പദ്ധതികൾ നമുക്ക് ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. കേന്ദ്രാവിഷ്കൃത തൊഴിൽശാലകൾ വരണം. കടലോര മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് വരെ അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അവർക്ക് ന്യായമായ വിലക്ക് വിൽക്കാൻ സാധിക്കാത്തത് അവിടെ കോൾഡ് സ്റ്റോറേജുകൾ, ശീതീകരണശാലകളില്ലാത്തത് കൊണ്ടാണ്. ഒട്ടനവധി പദ്ധതികൾ കേന്ദ്രത്തിൽ കിട്ടാവുന്നതാണ്. ഇന്ന് വരെ അതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഇവിടെ മത്സരിച്ചവരാരും പരിശ്രമിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന് ന്യായമായ വില ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്.
സാധാരണക്കാരായ ആളുകൾ, പാവങ്ങൾ താമസിക്കുന്ന മേഖലകളിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി വിദ്യാഭ്യാസ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് ഈ നാടിന്റെ പൊതുവായ ഒരു മാറ്റത്തിന് വേണ്ടി ജനനിരപേക്ഷ സർക്കാരിന് പിന്തുണ നൽകുന്ന നല്ല ജനമനസ്സുള്ള ഈ വളാഞ്ചേരിയിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യസ്നേഹികളായ മുഴുവൻ മനുഷ്യരോടും നിങ്ങളുടെ അങ്ങേയറ്റത്തെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളെല്ലാവരുടെയും വോട്ടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എനിക്ക് നൽകി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും സമയം സ്ഥാനാർത്ഥിയെ കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിന് ത്യാഗം സഹിക്കാനും തയ്യാറായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ബഹുമാനവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. എടുക്കണ്ട അനീഷ ആദ്യം